welcome back to our YouTube channel Twin Talkies. It's me Dia. It's me Dia. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് നമ്മൾ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രദറിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ, ഒരു കഫേയാണ്. അപ്പം അതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നമ്മളും പോവുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു എന്താ പറയുക കഫേ എന്ന് പറയുന്നത് നമ്മുടെ ബ്രദറിൻ്റെ മാത്രമല്ല, അവർ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഉള്ളൊരു കഫേയാണ്. ഇതിൻ്റെ പേര് ഭയങ്കര യുണീക്കും അതേപോലെ നമുക്ക് ഭയങ്കര ഒരു റയറായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. ഷോപ്പിൻ്റെ പേര് വരുന്നത് ചായ് ബാർ എന്നാണ് കേട്ടോ. അപ്പോൾ അടിപൊളി എന്താ പറയുക, നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയായിരിക്കും ഇന്നാണ് ഒഫീഷ്യൽ ഇനാഗ്രേഷൻ വരുന്നത്. അപ്പം അത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇനാഗ്രേഷൻ ചെയ്യുന്ന ആള് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് സാറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കോഴിക്കോട് സൗത്ത് MLA-യും പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറൊക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാവരുമാണ് കേട്ടോ അവിടുത്തെ എന്താ പറയുക മെയിനായിട്ട് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് അവിടെ എങ്ങനെയായിരിക്കും പരിപാടിയൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഈ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പാട്ടും ഒക്കെ ഉണ്ട്, വേറെ കുറേ പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു വീഡിയോയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു ഇനോഗ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ഞങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതിലാണ് ഇതും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിച്ച് വെച്ചോളി. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത ആളിത് അവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് സാറാണ് കേട്ടോ. അവർ വന്നപ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനൊക്കെ. അപ്പോൾ അവർ വന്ന സമയത്ത് നേരെ ഇനോഗ്രേഷനിലേക്ക് പോയതായിരുന്നു. സ്പീച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഗൈസ് നമുക്ക് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അൽഹംദുലില്ലാ അങ്ങനെ ഷോപ്പിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മന്ത്രി ഇനോഗ്രേഷൻ ചെയ്തതിന് ശേഷം ഷോപ്പിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണെങ്കിൽ ആൾക്കാരൊന്നായിട്ട് തടിച്ച് കൂടി നിൽക്കുന്നുണ്ട് സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ കൂടി സാറിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ബേപ്പൂർ ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷേ സാറിനെ നേരിട്ട് കാണാൻ ഇതുവരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്താണ് എനിക്ക് സാറിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. ഗൈസ് പിന്നെ ആണെങ്കിൽ ലിയ അല്ലൂസിൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി സാറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോരുന്ന്. അത് കേട്ട പാതി കേൾക്കാതെ പാതി നേരെ ഫോണും കൊണ്ട് പോയിട്ട് സാറിൻ്റെ അടുത്ത് പോയി ഫോട്ടോയും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പനെ കൊണ്ട് അവന് സാറിൻ്റെ അടുത്ത് ഷെയ്ക്കൻ്റെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മൂന്നുപേരും അങ്ങോട്ട് വരും. യെസ്, ഈ മാങ്കാവിന് സുപരിചിതമായ 3 യുവാക്കളാണ്. അവരാണ് ഈ ചായ് ബാറിന്റെ പിന്നിലുള്ളത്. സോ അവർക്കൊരു അടിപൊളി കയ്യടി. യെസ്, ഈ കയ്യടിയിലൂടെ തന്നെ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററാണ് ഈ ചായ് ബാറിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനോഗ്രേഷൻ നടത്തിയത്. ഒപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ അഹമ്മദ് ദേവർകോവിൽ സാറുണ്ട്. സർ പ്ലീസ് കം. ഈ പറഞ്ഞതുപോലെ തന്നെ സർ ഈ 3 പേരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു അസുലഭ നിമിഷമാണ്. സാറിന് എന്താണ് പറയാനുള്ളത്? പല പാലുകളെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് അറിയുന്ന പാല് വേറെയാണ്,
ഏതായാലും ഇപ്പോൾ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബാറായിട്ട് ഇത് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചായ് ബാർ കോഴിക്കോട് ഒരു ഫുഡിൻ്റെ ക്യാപിറ്റലായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. വെറൈറ്റി ഓഫ് ഫുഡ്സാണ് കോഴിക്കോട്ട് ഇപ്പോൾ ഡെയിലി ഓരോ സ്ഥലത്തും നമ്മൾ പുതിയ പുതിയ ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മത്സരം നടക്കുകയാണ്. ഏതായാലും 3 ചെറുപ്പക്കാരെന്ന നിലക്ക് ഇവർക്കെന്തായാലും സമൂഹത്തിന് പുതിയ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ വളർന്നു വരുന്ന സംരംഭകർ എന്ന നിലക്ക് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതായ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് നല്ല ഒരു സപ്പോർട്ട് നമ്മളെല്ലാം കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനം ഈ പ്രദേശത്തും അതുപോലെ കോഴിക്കോട് പട്ടണത്തിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ നമുക്ക് ഒന്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിക്കും. താങ്ക് യു സർ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള കടയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെ കരുതി എല്ലാവരും ഇവിടെ വന്ന് ഈ 3 പേരുടെ ഫലം, ശ്രമം എല്ലാം നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ എന്താണ് ഇവർക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണം. എന്താണ് ഈ ചായ് ബാർ എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഇവര് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഹായ്, ആക്ച്വലി ഐ എം നോട്ട് എ മൈക്ക് പേഴ്സൺ. ഈ സ്റ്റേജിൽ വന്ന് പറയാന്നുള്ളത് എൻ്റെ ഒരു സാധനമല്ല. എനിവേ, ഒരു ഇൻട്രോ എന്ന് പറയാൻ നമ്മൾ ആക്ച്വലി ഒരു കഫേ പ്ലസ് ഒരു വർക്ക് സ്പേസ് ആണ് നമ്മുടെ വരുന്നത്. ലൈക്ക് ഇൻ ആൻ ആർട്ടിസ്റ്റിക് വേ ഓർ ഇൻ എനി കൈൻഡ് ഓഫ് നമുക്ക് വർക്ക്സ് എടുക്കാനും കാര്യങ്ങളും നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഈ ഇൻഡോർ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻലി നമ്മുടെ ഹൈലൈറ്റ് നൈറ്റ് ആണ് ആക്ച്വലി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. സോ ഓൾ ആർ വെൽക്കം എവറി ഡേ എവറി ടൈം. ഓക്കെ, താങ്ക് യു. യെസ്, അമീൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാമെന്ന് മാത്രം ഉള്ളതല്ല, അതിലുപരിയായിട്ട് ഒരു കോ വർക്കിംഗ് സ്പേസ് ആയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അത് ഈ ചായ് ബാറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന്. ഒപ്പം തന്നെ റീഡിംഗ് പോയിന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് യൂട്ടിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ എന്താ പറയുക, യൂസ് ചെയ്യണമെന്ന് പറയുകയാണ് ഈ മൊമെന്റിൽ. ചായ് ബാർ അവരുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്ന സ്പെഷ്യലായിട്ട് 2 ഐറ്റമാണ്, ബാർ ചായ് ആൻഡ് സ്ലിംഗർ ചീസ്. ആ 2 ഐറ്റം ഈ ചായ് ബാറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. സോ അവിടെ പോവുക, അത് കഴിക്കുക, അതിന്റെ സ്വാദ് ആസ്വദിക്കുക. ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു അൺപ്ലഗ്ഡ് മെലഡി സെഷനുമായിട്ട് അർജുൻ, നബഹ ആൻഡ് ഫുവാദ് എത്തുകയാണ്. സോ ലെറ്റ്സ് എൻജോയ് ഇറ്റ്. ഗൈസ്, നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഈ ചായ് ബാറിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കണ്ടാലോ?
ഗൈസ് ചായ് ബാറിത്തെ നൈറ്റിലെ വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പകൽ കാണുന്നതിനെക്കാട്ടിയും ഭംഗി രാത്രിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ടൈം വന്നിട്ട് ഈവനിങ് ഒരു 3-3:30 മുതൽ തുടങ്ങിയിട്ട് പുലർച്ചെ 1 മണി 2 മണിയോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വന്ന് ചായ കുടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ചായ് ബാർ. ഇവിടെ ചായ മാത്രമല്ല കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട്. അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 എണ്ണമാണ് സ്പൈസി ചീസി ലോഡഡ് ഫ്രൈസും സ്ലോങ്കർ ചീസും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് വലിയ മാങ്കാവ് ഫിഷ് മാർക്കറ്റിന് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അവിടെ പോയിട്ട് നിങ്ങൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം അവർ 3 പേര് എഫേർട്ടാണ് ഇന്ന് അവിടെ നമ്മൾ കണ്ട ആ ഒരു ഷോപ്പ്. അപ്പം അവർ 3 പേര് പുതിയൊരു സംരംഭമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ വിജയിപ്പിച്ചാൽ അതിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഒരു 3 പേരെ കഷ്ടപ്പാടിനൊരു എന്താ പറയുക ഫലം കിട്ടുള്ളൂ. അപ്പം എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.